തുർക്കി നൽകിയ ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു അടുത്തിടെ ഇന്ത്യക്ക് നേരെയുള്ള പാകിസ്ഥാൻ്റെ പരീക്ഷണം. അതിന് മറുപടിയായി ഇന്ത്യ നൽകിയതാണ് പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂർ. തുർക്കിയുടെ ആ പരീക്ഷണം ചീറ്റിപ്പോയി. ഇപ്പോഴത്തെ തുർക്കി ലേസർ ഗൈഡഡ് ടാങ്കുകൾ രംഗത്തിറക്കിയിരിക്കുകയാണ് ഡ്രോണുകളെ തകർക്കാനായിട്ട്. അപ്പോൾ ഈ ടാങ്കുകൾ പാകിസ്ഥാൻ്റെ കയ്യിൽ സ്വാഭാവികമായും എത്തും. തുർക്കി അവ പാകിസ്ഥാന് $100 വില കൂട്ടി വിൽക്കും. പക്ഷേ പാകിസ്ഥാന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം അവർക്ക് ആയുധങ്ങൾ കിട്ടിയേ പറ്റൂ ഇന്ത്യയായിട്ടടിക്കാൻ. നമ്മുടെ റഫേൽ യുദ്ധവിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ തകർത്ത് തങ്ങളുടെ വരവറിയിച്ചിട്ട് തിരിച്ചെത്തിയത് വെറും 23 മിനിറ്റ് കൊണ്ടാണ്. നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ 10 മിനിറ്റിനകത്തെടുത്താണ് പാകിസ്ഥാനിലെ വ്യോമസേനാ കേന്ദ്രങ്ങളിൽ ചെന്ന് അന്ത്യചുംബനം നൽകിയത്. എന്നിട്ടും കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. അപ്പോൾ വീണ്ടും അന്ത്യചുംബനങ്ങൾ നൽകാൻ ഇന്ത്യക്ക് വേണം ശബ്ദത്തെക്കാൾ 5-6 ഇരട്ടി വേഗതയും 5-6 മിനിറ്റ് കൊണ്ട് ലക്ഷ്യം നിറവേറ്റുന്നതുമായ മിസൈലുകൾ. ശത്രുരാജ്യത്ത് അന്ത്യചുംബനം നൽകാൻ ഇന്ത്യക്ക് വേണ്ടതിപ്പോൾ വെറും മിസൈലുകളോ ഒന്നുമല്ല, ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനങ്ങൾ. ഈ മിസൈലിന് 1500 കിലോമീറ്റർ മുതൽ 15000 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളിൽ 8 മിനിറ്റിനകം ദൂരമനുസരിച്ച് ആക്രമണം നടത്താനാകും. ബാലിസ്റ്റിക് മിസൈൽ വേഗത ട്രാക്ക് ചെയ്യാനോ തടസ്സപ്പെടുത്താനോ ഒക്കെ ശത്രുരാജ്യങ്ങളുടെ റഡാറുകൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ടുമാണ്. വ്യോമാക്രമണ ഭീഷണിക്കെതിരെ തന്ത്രപരമായ മുൻതൂക്കം നൽകുന്നതിനാണ് നൂതനമായ ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇപ്പോൾ DRDO ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന സങ്കീർണമായ വ്യോമ പ്രതിരോധ തന്ത്രങ്ങളെ നേരിടണം. സാങ്കേതിക വിദ്യകൾ മാറി മാറി വരികയാണ്. അപ്പോൾ കൂടുതൽ സ്റ്റെൽത്തും ചടുലവുമായ മിസൈലുകൾ, പ്രത്യേകിച്ച് ഹൈപ്പർസോണിക് മിസൈലുകൾ തന്നെ വേണം ഇന്ത്യയുടെ പക്കൽ. അതുകൊണ്ട് തന്നെയാണ് DRDO ആ വഴിക്ക് ഇപ്പോൾ ചിന്തിക്കുക മാത്രമല്ല, ഏതാണ്ടൊക്കെ പരീക്ഷണങ്ങൾ പൂർത്തിയായി കഴിയുകയും ചെയ്തു. ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധത്തിലും ആക്രമണ സ്ട്രൈക്ക് ശേഷിയിലും ഗണ്യമായ പുരോഗതിയാണ് ഇപ്പോൾ DRDOയ്ക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഭാവിയിലെ തന്ത്രപ്രധാനമായ ആകാശത്തെ ആക്രമണങ്ങളിൽ ഹൈപ്പർസോണിക് സംവിധാനങ്ങൾ നിർണായകമായ പങ്ക് വഹിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്ത്യൻ DRDOയുടെ ഹൈപ്പർസോണിക് പ്രോഗ്രാമിൽ ദീർഘദൂര ഹൈപ്പർസോണിക് ഗ്ലൈഡഡ് വെഹിക്കിളുകൾ, ആൻറ്റി ഹൈപ്പർസോണിക് ഇൻ്റർസെപ്റ്ററുകൾ, സ്ക്രാംജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഇവയുൾപ്പെടെ 1 ഡസനോളം വകഭേദങ്ങളുടെ വികസനമാണ് ഇപ്പോൾ അക്ഷീണം നടന്നുകൊണ്ടേയിരിക്കുന്നത്. 2024 നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ലോങ് റേഞ്ച് ആൻറ്റി ഷിപ്പ് മിസൈൽ LRASHM ഇതിന് മാക് 10 ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാനാകും. കൂടാതെ ഉയർന്ന കൃത്യത, വേഗതയിലുള്ള പ്രതികരണം. ഇതാണ് വിമാനവാഹിനി കപ്പലുകൾ പോലുള്ള ഉയർന്ന നാവിക മൂല്യങ്ങളെ, ആസ്തികളെയൊക്കെ നിർവീര്യമാക്കാൻ ഇന്ത്യയെ ഇനി അങ്ങോട്ട് സഹായിക്കാനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2025 ആദ്യഘട്ടത്തിൽ നടന്ന ആക്റ്റീവ് കൂൾഡ് സ്ക്രാംജെറ്റ് കമ്പസ്റ്ററിൻ്റെ വിജയകരമായ ഗ്രൗണ്ട് പരീക്ഷണം DRDOയുടെ മറ്റൊരു കഴിവാണ് വെളിവാക്കുന്നത്. ഇത് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളെ പ്രൊപ്പൾഷനോടെ ലക്ഷ്യസ്ഥാനത്ത് വെറും മിനിറ്റുകൾക്കുള്ളിൽ എത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. ഹൈപ്പർസോണിക് വേഗതയിൽ തീവ്രമായ താപസമ്മർദ്ദങ്ങളെ പ്രയോഗിക്കുന്ന ലോഹവസ്തുക്കൾ ഇന്ത്യ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചാണ് ഈ സ്ക്രാംജെറ്റിൽ ഉണ്ടാക്കുക. അതായത് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ ഗതി നിയന്ത്രിക്കുന്നത് നമ്മുടെ റോക്കറ്റുകളുടെ എഞ്ചിൻ തുല്യമായ ആക്റ്റീവ് കൂൾഡ് സ്ക്രാംജെറ്റ് ബസ്റ്ററാകും. ഹൈദരാബാദിലെ DRDO മിസൈൽ സമുച്ചയം ഈ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്ത് ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ മാക് 5 മുതൽ 12 വരെ വേഗത പരീക്ഷിക്കാൻ കഴിവുള്ള ഹൈപ്പർസോണിക് വിൻഡ് ടണൽ സൗകര്യം, അണ്ടർ വാട്ടർ ബഹിരാകാശ ആക്രമണശേഷി വരെയുള്ള വൈവിധ്യമാർന്ന മിസൈൽ പദ്ധതികൾ, ഇതൊക്കെ കൈകാര്യമുള്ള സംവിധാനങ്ങളാണ് ഈ ഹൈദരാബാദിലെ DRDO ആസ്ഥാനത്തിൻ്റെ സവിശേഷത. ഹൈപ്പർസോണിക് ആയുധങ്ങൾ അവയുടെ വേഗത, തന്ത്രങ്ങൾ, താഴ്ന്ന ഉയരത്തിലുള്ള ഫ്ലൈറ്റ് യാത്രകൾ, പ്രൊഫൈൽ എന്നിവയൊക്കെ വളരെ വ്യക്തമായി കാത്തുസൂക്ഷിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ശത്രു റഡാറുകളുടെ കണ്ണിൽ പോലും പെടാൻ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്യത്തെ പ്രചരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ DRDO ഇപ്പോഴും ദീർഘദൂര ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വിവിധ മിസൈലുകൾ, ക്രൂയിസ് മിസൈലടക്കം ഇപ്പോഴും അതിൻ്റെ പുതിയ വകഭേദങ്ങൾ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച